നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് VPR കിച്ചണിൽ വളരെ വിശിഷ്ടമായ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് KFC ചിക്കൻ. ഇപ്പോൾ KFC ചിക്കൻ വെളിയിൽ നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതിലൊക്കെ താഴെ വളരെ എളുപ്പത്തിൽ, വളരെ ചിലവ് കുറഞ്ഞ് നല്ല ഒന്നാം തരം ഒരു KFC ചിക്കൻ നമുക്കിന്ന് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആരംഭിച്ചാലോ? ഇതാണ് നമ്മുടെ ചിക്കൻ. ഈ ചിക്കനാണ് നമ്മളിന്ന് KFC ചിക്കൻ്റെ രൂപത്തിൽ വറുത്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 കിലോ ഉള്ള ഒരു ചിക്കൻ വാങ്ങി 8 പീസായിട്ട് മുറിച്ചിരിക്കുകയാണ്. സാമാന്യം വലിപ്പമുള്ള പീസാണ്. ലെഗ് പീസ് ഇതെല്ലാം കണ്ടില്ലേ, വലിപ്പമുള്ളതാണ്. ഈ പീസിൻ്റെ അകത്തേക്ക് ഉപ്പ്, അതുപോലെ മസാല ഇതെല്ലാം കയറി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കുത്തി ഹോൾ ഇടുകയാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ കത്തിക്ക് വരഞ്ഞു കൊടുക്കാം. പക്ഷേ കത്തിക്ക് വരഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം വലിപ്പമായി പോകും, അത് കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിതാ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല തിരുമ്മി വെക്കണം. 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് നമുക്ക് ചെയ്യാനുള്ളത്. മസാല തിരുമ്മി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, അല്പം എരിവൊക്കെ നമുക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് ഈ 1 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയേ ഉള്ളൂ. ഇതും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് മസാലപ്പൊടിയാണ്. പെരുംജീരകം, തക്കോലം, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തതാണ്. ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിലേക്ക് 1 നാരങ്ങ നീര് പിഴിഞ്ഞതാണ് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. തിരുമ്മി യോജിപ്പിക്കാൻ പോവുകയാണ്. കൈക്ക് തന്നെ തിരുമ്മാതാ നല്ലത്, എന്നാലേ ശരിക്കും യോജിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി വേണം, മതിയാവും. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. എല്ലാം ക്ലിയറായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റിന് വെക്കും. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നു 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് പാകപ്പെടുത്തിയെടുക്കാൻ ഒക്കെയുള്ളൂ. ആദ്യത്തെ 1 സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിനുള്ള സമയമായിട്ടുണ്ട്. മസാല തിരുമ്മി വെച്ചിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്നുകൂടി വൃത്തിയായിട്ട് തിരുമ്മി വെക്കുക. അതിനാദ്യമായിട്ട് നമ്മൾ ഇത് ഇഞ്ചി പേസ്റ്റാണ്. 1 കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയതാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 കുടം വെളുത്തുള്ളി, ചെറിയ കുടമായിരുന്നു കേട്ടോ, 1 കുടം വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കി എടുത്തതാണ്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മൈദമാവാണ്. ഇതൊരു 3 സ്പൂൺ മൈദമാവുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കോൺഫ്ലവറാണ്. ഇതൊരു 2 സ്പൂണുണ്ട്. ഇതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ്. ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത ആ സാധനങ്ങൾക്ക് ഉപ്പൊരല്പം ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി. ഇത്ര ഉപ്പ്, ഒരു 2 നുള്ളുപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 നുള്ളുപ്പ്. ഒരു 1/4 സ്പൂൺ മസാലപ്പൊടിയാണ്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ വേണ്ട. നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിച്ച് മാവ് എല്ലായിടത്തും ഒരുമാതിരി നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് ഒരു 3 കോഴിമുട്ട ഉടച്ച് ചേർക്കുകയാണ്. ഇനി ഈ മുട്ട നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മളിങ്ങനെ
ആ മുട്ട ചേർത്തതിന് ശേഷം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അല്പം നേരം നമ്മളിതിന് വേണ്ടി വളരെ ക്ഷമയോടുകൂടി ഇത് പാകപ്പെടുത്തിയെടുക്കണം. എങ്കിലേ നന്നായിട്ട് ഇത് യോജിച്ച് കിട്ടുകയുള്ളൂ. ഇനി വീണ്ടും നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതിന് മുമ്പായി ഒരു ജോലി കൂടി ചെയ്യാനുണ്ട്. ഓട്സ് ആണ്. ഈ ഓട്സിനകത്ത് നന്നായിട്ട് മുക്കി പുരട്ടി ഓട്സിനകത്തിട്ട് മറിച്ച് എടുത്ത് വേണം നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ഓട്സ് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർന്നു കൊടുക്കാം. കൈകൊണ്ട് പയ്യെ ഒന്ന് തിരുമ്മി പൊടിക്കുന്നത് നല്ലതാണ്. ഈ ചിക്കൻ പീസ് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെടുത്ത് ഓട്സിനകത്ത് മുക്കി ക്ലിയറാക്കി എടുക്കാം. നന്നായിട്ട് മുക്കിയെടുക്കണം. ഓട്സ് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ വേണം മുക്കിയെടുക്കാനായിട്ട്. ആ ഒരെണ്ണം നമ്മൾ ക്ലിയറാക്കി എടുത്തു. ഇങ്ങോട്ട് അങ്ങ് എടുക്കാം. നന്നായിട്ട് പുരട്ടി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം. അല്പം കൂടി ചുമന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല സ്പീഡിൽ തന്നെ മറിച്ചിടണം. നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് അരമണിക്കൂറോളം ആയിരിക്കുകയാണ് നമ്മൾ ഈ വറക്കാൻ തുടങ്ങിയിട്ട്. ചിക്കൻ മൂത്തിട്ടുണ്ട്. ചിക്കൻ്റെ മൂത്ത മണം വരുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് കോരിയെടുക്കാം. മൂന്ന് പീസും കോരിയെടുത്തു കേട്ടോ. നല്ല ചൂടാ, കൈകൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കാം. ചിക്കൻ പീസ് മുഴുവൻ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കോരിയെടുക്കാൻ പോവുകയാണ്. ഇത് ലാസ്റ്റ് വരുന്ന 2 പീസായിരുന്നു. അത് ഇത്തിരി വലിപ്പമുള്ള പീസാണ്. കോരിയെടുക്കാം. നമ്മുടെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം. നല്ല ചൂടാട്ടോ ഇപ്പോൾ കോരിയിട്ടതിന്. KFC മോഡൽ ചിക്കൻ. നല്ല സൂപ്പറായിട്ട് നമ്മൾ KFC മോഡൽ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ KFC മോഡൽ, അതേ മോഡൽ ചിക്കൻ. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ചു നോക്കാം. നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് കഴിക്കാം. അല്ലേ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.